പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ മർക്കോസ് 8:22 നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ തൊട്ട് മുമ്പ് പങ്കുവെച്ചത്, ചർച്ച ചെയ്തത് എന്താണെന്ന് നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതിങ്ങനെയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്, എന്താണ് ഗ്രഹിക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്, എന്താണ് നിങ്ങൾ കേൾക്കാത്തത്, എന്താണ് നിങ്ങൾ ഓർമ്മിക്കാത്തത്. അപ്പം നമ്മുടെ മുഴുവൻ ഫാക്കൽറ്റികളെയും കർത്താവ് കുറ്റപ്പെടുത്തുകയാണ്. അതായത് യേശു ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാത്തത് എന്താണ്? മനസ്സിലാക്കാത്തത് നമ്മളോട് ചോദിക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചോണം. നമ്മളോട് ചോദിക്കുകയാണ് കർത്താവ്, എന്താണ് ഞാൻ ആരാണെന്ന് ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? അല്ലേ? നമ്മൾ കുർബാനയിൽ ചൊല്ലുന്ന നല്ലൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: കർത്താവേ, നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ എന്നെ സഹായിക്കണേ. നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു തൻ്റെ ശരീരത്തെ എങ്ങനെ കാണുന്നോ അങ്ങനെ എനിക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തെ കാണാൻ പറ്റിയാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ സമീപിക്കുന്നത് കുറേ കൂടി വ്യത്യസ്തമായ വിധത്തിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ കർത്താവ് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്, എന്താണ് നിങ്ങൾ ഗ്രഹിക്കാത്തത്? കർത്താവ് ചോദ്യം. ഇത് മഹാവേദനയിൽ നിന്നാണ്. നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അവൻ ഗലീലി വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയെന്നാണ് ആ ഭാഗം നമ്മൾ കണ്ടത്. പിന്നീട് കർത്താവ് ഒരു തവണ മാത്രമേ ഗലീലിയിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ. അത് രഹസ്യമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ശുശ്രൂഷ മുഴുവൻ അവസാനിപ്പിച്ച് വിട്ട് കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സ് മടുത്ത് നിൽക്കുകയാണ് ഈശോ. അതാരും മനസ്സിലാക്കുന്നില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്ന നമുക്കറിയാം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്രിസ്തു ദൈവപുത്രനാണ്, മിശിഹായാണ്. ഞങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്ന ആൾ ജോസഫിൻ്റെ മകനായ, തച്ചനായ, മേരിയുടെ മകനായ ഒരു യഹൂദ ചെറുപ്പക്കാരനല്ല. ഇത് ദൈവമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം, അല്ലെങ്കിൽ ഇപ്പോൾ ജനത്തിൻ്റെ കണ്ണ് തുറക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്രയും കർത്താവ് അത് വെളിപ്പെടുത്താൻ ശ്രമിച്ചു. നമ്മൾ തൊട്ട് മുമ്പ് അതാണ് കണ്ടത്. എന്താണ്? അപ്പം വർദ്ധിപ്പിച്ചതിലൂടെ. അപ്പത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്താണ് അപ്പത്തെക്കുറിച്ചുള്ള ഗ്രഹണം? യേശു ദൈവമാണ്. ആ ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിച്ചതുപോലെ ഇപ്പോൾ ആ ദൈവം അപ്പം വർദ്ധിപ്പിക്കുകയാണ്. ഈശോ ദൈവമാണ്. കടലിന് മീതെ നടന്നതിലൂടെ, അവരെ കടന്നു പോകാൻ ഭാവിച്ചതിലൂടെ, ഞാൻ ആകുന്നവനാകുന്നു എന്ന് ആ സോളം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിലൂടെ എല്ലാം കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് താൻ ദൈവമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ദൈവമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇത് മുഴുവൻ വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ ആ ആധിക്യത്തിൽ നിൽക്കുന്നൊരു ഭാഗത്താണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പോൾ കർത്താവ് ഇനി എന്താ ചെയ്യുന്നത്? 21-ാമത്തെ വാക്യം ഇതാണ്. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഇതാണ് അവസാനിച്ചത്. നിങ്ങൾ എന്താണ് ഗ്രഹിക്കാത്തത്? ഇത്രയും 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിച്ചിട്ടും 7 അപ്പം 4000 പേർക്കായി വർദ്ധിപ്പിച്ചിട്ടും എന്താണ് നിങ്ങൾ ഗ്രഹിക്കാത്തത്? എന്ത് ഗ്രഹിക്കാത്തത്? ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? ഈ ചോദ്യം ചോദിച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇനി ഇത്തരം സന്ദർഭത്തിൽ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? നമ്മളാണെങ്കിൽ അത് ഉപേക്ഷിക്കും. ഈ ശ്രമം ഉപേക്ഷിക്കും, അത് കൈവിട്ട് കളയും. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ഇനി ഈ വെളിപാട് അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. കർത്താവ് അവരെ മനസ്സിലാക്കിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് ക്രിസ്തു താൻ ആരാണെന്ന് ശിഷ്യന്മാർക്ക് പടിപടിയായി വെളിപ്പെടുത്താൻ പോവുകയാണ്. അത് ഇത്രയും വെളിപ്പെടുത്തിയതുപോലല്ല, ഇനി കുറച്ചുകൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈശോ അത് പരാജയപ്പെട്ട് പിന്മാറാതെ ക്രിസ്തു തൻ്റെ ദൈവത്വവും തൻ്റെ മിശിഹ എന്ന ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അത് ഒരു ഉപമയിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുത സംഭവത്തിലൂടെയാണ് ഇവിടെ വിവരിക്കുന്നത്. അതായത് ഒരു അന്ധനെ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താണ് ഈ അന്ധത?
ക്രിസ്തു ആരാണെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അന്ധത. ആ അന്ധത ഞാൻ മാറ്റും. എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? അത് ഞാനിപ്പോൾ ഈ അന്ധനെ സുഖപ്പെടുത്തുന്നതിലൂടെ തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് അല്ല കർത്താവ് അതാണ് മാറ്റുന്നത്. പക്ഷെ അതിലൂടെ കർത്താവ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അന്ധത മാറ്റിത്തരാം. എന്താണ് അന്ധത? നിങ്ങളുടെ ഹൃദയ കാഠിന്യം എന്ന അന്ധത. എന്താണ് അന്ധത? നിങ്ങളുടെ അവിശ്വാസം എന്ന അന്ധത. നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ആ അന്ധത, ആ തിമിരം ബാധിച്ച അവസ്ഥ, അത് മാറാൻ ഇതാ ഞാൻ അന്ധത മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇത് ഭയങ്കര പ്രാക്ടിക്കലായ ഒരു സെഷനാണ്. എങ്ങനെ നമുക്ക് യേശു ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിനി കാണാൻ പോവുകയാണ്. അതാണ് ഇനി അടുത്ത ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം 22-ാമത്തെ വാക്യം. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ഒന്നാമത്തെ കാര്യം, അതായത് ഈ അന്ധത കർത്താവ് മാറ്റിത്തരും. എന്താണ് അന്ധത? ഈശോ ആരാണ്? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ശരിക്കും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴോ, പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴോ, കുർബാനയെ സംബന്ധിക്കുമ്പോഴോ ഈശോയുടെ ശരിക്കുമുള്ള ഈശോയെ നമ്മൾ മനസ്സിലാക്കി അർപ്പിക്കുന്ന ബലിയും അല്ലാതെ അർപ്പിക്കുന്ന ബലിയും എന്ത് വ്യത്യാസമുണ്ട്? അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൽ ഉള്ള വ്യത്യാസം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ കുർബാനയെ സമീപിക്കുന്ന രീതിക്ക് മാറ്റം വരും. കുർബാനയ്ക്ക് മുമ്പേ നമ്മൾ നന്നായിട്ട് ഒരുങ്ങും. തലേന്ന് വൈകിട്ട് തന്നെ ഒരുങ്ങും. നമ്മൾ പ്രിപ്പയർഡ് ആവും. നാളെ ബലി അർപ്പിക്കണം. നമ്മൾ ഒരുങ്ങും. ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി സൂക്ഷിക്കും. നമ്മൾ പാപപരിഹാരം അപേക്ഷിക്കും. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുർബാനയിൽ അച്ഛൻ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥനയില്ലേ, അഖിലാണ്ട സീമകളെ സമ്മഹിക്കുന്ന നിന്നെ ഞാൻ കൈകളിലെടുക്കുന്നു, ആഴങ്ങളെ ഭരിക്കുന്നവനെ നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന വലിയവനായ ദൈവത്തെ നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരുക്കം അത് നമുക്കുണ്ടാവുന്നത് നമ്മൾ ശരിക്കും യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടാലേ നമുക്ക് കാണാൻ പറ്റൂ, ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശിഷ്യന്മാർക്ക് ഇത് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഫരിസയർക്ക്, നിയമജ്ഞർക്ക്, യഹൂദർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ സുവിശേഷകൻ പറയുകയാണ്, ഈ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ആ പരാജയം, ആ പറ്റാത്ത അവസ്ഥ, കഴിവ് കേട് സമ്മതിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതായത് കർത്താവെ, നീ കാണുന്നത് പോലെ നിന്നെ കാണാൻ നീ വെളിച്ചം തന്നാലേ പറ്റൂ. സഭ പഠിപ്പിക്കുന്നില്ലേ, ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. അതൊരു പ്രകൃത്യാതീത ദാനമാണ് വിശ്വാസം. മനസ്സിലാവുന്നില്ലേ? അപ്പം ഇത് കർത്താവ് തരണം. എല്ലാ നല്ല ദാനങ്ങളും, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, എല്ലാ നല്ല ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് വരുന്നു. അത് ഭൂമിയിൽ നിന്ന് കിളച്ചെടുക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് ഇതിങ്ങനെ നട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വിശ്വാസം ഭൂമിയിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് എവിടുന്ന് വരണം? അത് വരണം. അബ്രഹാം മരിച്ചവരിൽ നിന്ന് പോലും തൻ്റെ മകനെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത ആ മധ്യപൂർവേഷ്യയിലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യന് ഈ വിശ്വാസം എവിടുന്ന് കിട്ടി? അത് കർത്താവ് ദാനമായിട്ട് നേരിട്ട് കൊടുത്തു. അപ്പം അവിടെയാണ് ഈ ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. ഈ ദാനം കർത്താവ് നമുക്ക് തരണം. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താണ് ആദ്യത്തെ കേസ്? ഇതാണ്. ഇപ്പം നമ്മൾ തന്നെ ആണെങ്കിലും, ഞാനും നിങ്ങളും ആണെങ്കിലും എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. എന്താണ്? നമുക്ക് കർത്താവിനെ ശരിക്കും ഒരു പടി കൂടി നന്നായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ മർക്കോസിൻ്റെ സുവിശേഷ പഠനം കഴിയുമ്പോൾ നമുക്ക് കർത്താവിനെ ഒരു പടി കൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ യേശുവിനെ ഒരു പടി കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ഇപ്പം നമ്മുടെ ഈ മാനുഷിക ബുദ്ധി കൊണ്ടോ ഇപ്പം നമ്മുടെ ഈ മാനുഷിക കഴിവ് കൊണ്ടോ നമുക്ക് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്കിതിന് കഴിവില്ല, ഇതെൻ്റെ കഴിവുകേടാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വാക്യം. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണം എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ആദ്യത്തെ കേസ് ഇതാണ്, കർത്താവേ, എൻ്റെ ഈ അന്ധത മാറാൻ എന്നെ നീ തൊടണം.
ഇത് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റും. എന്താണ്? കർത്താവ്, ഇപ്പോൾ നമ്മൾ കുർബാനയുടെ മുമ്പ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ തിരുവോസ്തയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിന്നെ നീ കാണുന്നത് പോലെ കാണാൻ കർത്താവ് എൻ്റെ ഹൃദയം കുറച്ചെങ്കിലും ഒന്ന് തുറന്നു തരണേ. അതങ്ങനെ പ്രാർത്ഥിച്ച് നോക്കുക, അത് നടക്കും. ആ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്താണെന്നറിയോ? കർത്താവ് എത്രയും ഹൃദയം തുറക്കുന്നോ അത്രയും മാത്രമേ നമുക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റൂ. വലിയൊരു കടൽ, എൻ്റെ കയ്യിൽ ഈ മരുന്ന് ആളുകൾ ഒഴിക്കുന്ന ഈ ഔൺസ് കുപ്പി പോലത്തെ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിച്ചോ. ഔൺസ് കുപ്പി അതുണ്ട്. ഞാൻ ഈ വലിയ കടലിൽ നിന്ന് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഞാൻ ഇതിനകത്ത് കോരിയെടുക്കും. എന്നിട്ട് ഞാൻ പറയും ഇതാണ് കടൽ. എന്നാൽ എൻ്റെ കയ്യിൽ ചായയൊക്കെ തിളപ്പിക്കുന്ന സൈസ് ഒരു പാത്രം ഉണ്ടെങ്കിലോ, ചായപാത്രം ഉണ്ടെങ്കിലോ, ഞാൻ അത്രയും വെള്ളം കോരിയെടുത്തിട്ട് ഞാൻ പറയും ഇതാണ് കടൽ. എൻ്റെ കയ്യിൽ വലിയ ഒരു കഞ്ഞി തിളപ്പിക്കുന്ന കലമുണ്ടെങ്കിൽ ആ കലത്തിൽ ഞാൻ ഈ വെള്ളം കോരിയിട്ട് ഞാൻ പറയും ഇതാണ് കടൽ. എൻ്റെ കയ്യിൽ വലിയൊരു അണ്ടമുണ്ടെങ്കിലോ, വലിയൊരു വാർപ്പ് അതുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഈ കടൽ വെള്ളം കോരിയിട്ട് ഞാൻ പറയും ഇതാണ് കടൽ. ഈ കടലിനെ ഒരാൾ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസം ഈ കടലിനെ കോരിയെടുക്കുന്ന പാത്രത്തിൻ്റെ വ്യത്യാസമാണ്. കടലെപ്പോഴും മുഴുവനായി മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരാൾ കടലിനെ എന്തുമാത്രം മനസ്സിലാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പമാണ്. എന്താണ് ഈ പാത്രം? നമ്മുടെ ഹൃദയമാണ് ഈ പാത്രം. അപ്പോൾ കർത്താവ് ഈ ഹൃദയം ഇപ്പോൾ 10% തുറന്നെങ്കിൽ നമുക്ക് 10% യേശുവിനെ മനസ്സിലാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവവചനം മനസ്സിലാക്കാൻ, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ദൈവം ഹൃദയം തുറന്നു തരണം. ദൈവം ഹൃദയം തുറന്നു തരണം. അതിനകത്ത് നമ്മുടെ ആ കുർബാനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവൻ. ആ പ്രാർത്ഥന അതിൻ്റെ അവസാനം ഇങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. കണ്ടോ? ഈ രഹസ്യം മനസ്സിലാക്കാൻ എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ തുറന്നു തരണേ. അപ്പോൾ നമ്മൾ സിൻസിയറായിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഓരോ കുർബാനയെ അർപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്കിത് മനസ്സിലായി വരും. അവിടെയാണ് നമ്മുടെ ചില വൈദികർ അത്രയും തീക്ഷ്ണമായിട്ട് ബലിയർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അവർ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞു തരുന്നൊന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അവർക്കത് അകത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട്. പാതിരപ്പയ്യൊക്കെ എന്താ ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ കയ്യിലെടുത്ത് മണിക്കൂറുകൾ നിശ്ചലമായി നിന്ന് പോയത്? നമ്മളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒരുപാട് മടങ്ങ് അവർ ഈ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബേസിക് കാറ്റക്കിസം കൊണ്ട് നമുക്ക് നല്ല വിശ്വാസിയാവാൻ പറ്റില്ല. വളരണം, ഹൃദയം തുറക്കപ്പെടണം. അതിന് വലിയ വിദ്യാഭ്യാസമോ തിയോളജിയോ ഒന്നും അല്ല വേണ്ടേ. നമ്മുടെ പള്ളിയിലൊക്കെയുള്ള സാധാരണ അമ്മച്ചിമാർ, ഇപ്പോൾ വീട്ടിലൊക്കെയുള്ള അമ്മച്ചിമാർ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അമ്മച്ചിമാരെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്കിതൊന്നും ഈ പറയുന്ന ഒരു തിയോളജി അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവരുടെ ഹൃദയം ഈ പരിശുദ്ധ കുർബാന, ഈശോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്ന വിധത്തിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ അന്ധത മാറാൻ നമ്മൾ പറയണ കർത്താവേ, എൻ്റെ നാച്ചുറൽ ഫാക്കൽറ്റീസ് വെച്ച് എനിക്ക് പറ്റില്ല ഇത് നിന്നെ മനസ്സിലാക്കാൻ. നീ ഒന്ന് തുറന്നു തരാവോ? എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി തരാമോ? അപ്പോൾ അവിടെ അതാണ് ഒന്നാമത്തേത്. ചില ആളുകൾ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ ഒന്ന് തൊടാവോ എന്ന് ചോദിച്ചു, സ്പർശിക്കാമോ. ആദ്യത്തെ കാര്യം ഇതാണ്, ലോർഡ് ടച്ച് മീ, എന്നെ ഒന്ന് തൊട്. അത് ആഗ്രഹിക്കണം, അതെപ്പോഴും ആഗ്രഹിക്കണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഓരോ വർഷം കഴിയും തോറും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. കണ്ടോ? അപേക്ഷിച്ചു. കണ്ടോ? ഇതൊരു അപേക്ഷയാണ്, ഇതൊരു നിലവിളിയാണ്. നമ്മളെപ്പോഴും ഈ അപേക്ഷ കർത്താവിൻ്റെ മുമ്പിൽ വെക്കണം. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം അപേക്ഷിക്കാതെ ഇത്തരം കാര്യങ്ങൾ അപേക്ഷിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നറിയാം, നമ്മൾ ഒരു ഭൗതിക കാര്യവും ചോദിക്കണമെന്നില്ല. അത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമൊക്കെ വെച്ചിരുന്നാൽ മതി. ചോദിക്കേണ്ടത് എന്താണെന്നറിയാം, ആത്മീയ കാര്യങ്ങൾ ചോദിക്കണം. ആത്മീയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ ചോദിക്കേണ്ടി വരില്ല. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ആത്മീയ കാര്യങ്ങൾ ചോദിച്ചു നോക്ക്. വെറുതെ ഒരു ടെസ്റ്റിന് വേണ്ടിയെങ്കിലും ചോദിക്കുക, കർത്താവേ കുറച്ചുകൂടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ,
ഒരു 15 ദിവസം 20 ദിവസം, ഇപ്പോൾ 8 നോമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. 8 നോമ്പ് എടുക്കുമ്പോൾ 8 ദിവസവും പ്രാർത്ഥിക്കുകയാണ്, ഈ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ. വിശ്വാസം വർദ്ധിക്കും മാത്രമല്ല, ബാക്കി ഭൗതിക കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത കാര്യം ഇതാണ്, അപ്പോൾ അവൻ അന്ധനെ കൈക്ക് പിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അന്നേരം വേറെ എന്തെങ്കിലും ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ചോദിച്ചോ കർത്താവ്? എടാ നിനക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിൻ്റെ ഈ അന്ധത വന്നത് നിൻ്റെ മാതാപിതാക്കന്മാരുടെ പൂർവികരുടെ പാപനിമിത്തമാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിൻ്റെ കയ്യിരിപ്പ് കൊണ്ട് വന്ന അന്ധതയല്ലേ എന്ന് പറഞ്ഞോ? ഒരു ചോദ്യമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ആത്മീയ മേഖലയിൽ വളരാനും നമ്മൾ ആഗ്രഹിച്ചാൽ അവിടെ ക്രിസ്തു ആരോടും ഒരു ചോദ്യവും ചോദിക്കില്ല. നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇത്രയും നാൾ നീ എങ്ങനെയാണ് ജീവിച്ചത്, നീ ചെയ്തു കൂട്ടിയ തിന്മ എന്താണ്, നിനക്ക് വന്ന അബദ്ധം, ഇതൊന്നും ചോദിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പം തന്നെ എന്ത് ചെയ്തു? കൈക്ക് പിടിച്ചു. എന്തോ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസാണത്. അവനെ കൈക്ക് പിടിച്ചു. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ എന്തുമാത്രം തരളിതമാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കർത്താവ് വിശ്വകുർബാനയുടെ എല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ കണ്ടോ? പരിശുദ്ധകുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് കർത്താവേ എനിക്ക് കുറച്ചുകൂടെ ആത്മീയമായിട്ട് എന്നെ വളർത്തണേ കർത്താവേ, കുറച്ചുകൂടെ എനിക്കിത് മനസ്സിലാക്കാൻ കൃപ തരണേ കർത്താവേ, കുറച്ചുകൂടെ എനിക്ക് കർത്താവിൻ്റെ സ്വഭാവം തരണേ. ആത്മീയ കാര്യങ്ങൾ എന്തും ചോദിച്ചോ, വിശ്വസിച്ചോ, ഇതിനകത്തൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മുടെ കൈക്ക് കർത്താവ് പിടിക്കുന്നുണ്ട്. ആ സെക്കൻഡ് മുതൽ കർത്താവിൻ്റെ കരം നമ്മളെ പിടിക്കുന്നുണ്ട്. അപ്പം മുതൽ പിടിച്ചിട്ട് അവൻ പറയുകയാണ്, എന്ത് ചെയ്തു? അവൻ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, ഇത്രയും നേരം ഈ ഗ്രാമത്തിൽ അവൻ ജീവിക്കുമ്പോൾ അന്ധനാണല്ലോ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഭിക്ഷക്കാരനായിരിക്കും. ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സഹായിക്കുന്ന ആളുകൾ എവിടാണ്? ഈ ഗ്രാമത്തിലാണ്. ഭിക്ഷ യാചിക്കുന്ന ആരെങ്കിലും വല്ലതും ഭിക്ഷ തരുന്നത് എവിടാണ്? ഈ ഗ്രാമത്തിലാണ്. വീട് എവിടാണ്? ഈ ഗ്രാമത്തിലാണ്. കൂട്ടുകാരെവിടാണ്? ഈ ഗ്രാമത്തിലാണ്. സാധനം വാങ്ങിക്കാൻ പോകുന്ന ചന്ത എവിടാണ്? ഈ ഗ്രാമത്തിലാണ്. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഇവനെ നന്മ ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഗ്രാമത്തിലാണ്. മാത്രമല്ല, ഇവൻ്റെ കംഫർട്ടബിൾ സോൺ ഈ ഗ്രാമമാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു വളർച്ച ദൈവം തരുമ്പോൾ ആദ്യം ഗ്രാമത്തിന് വെളിയിലോട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി സോണിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുപോകും. അത് ചില അനുഭവങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിരിക്കും, ചിലയിടത്തും നമ്മളെ മാറ്റുന്നതായിരിക്കും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് ലൈവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിളാണിത്. കർത്താവ്, നമ്മൾ വിശ്വാസത്തിൽ ദൈവം നമ്മളെ വളർത്തുമ്പോൾ, ഈ ഒരു ആത്മീയ രഹസ്യങ്ങൾ കർത്താവ് നമുക്ക് തരുമ്പോൾ, അല്ലെ, നമ്മളെ ഒരു പടി കൂടി വളർത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിന്നെടുത്ത് നിർത്തില്ല. ആ ലൊക്കേഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ചിലത് അങ്ങ് മാറ്റും. എന്നും പറഞ്ഞുകൊണ്ട് വലിയ ദുഃഖം ഭാരം വരുന്നൊന്നല്ല പറയുന്നത്, വലിയത് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നല്ല ഒരു പിക്ചർ കണ്ടിരുന്നു. എന്താണെന്നറിയാം? കർത്താവ് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, എന്നിട്ട് വേറൊരു കൈ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടി പിടിച്ചിരിക്കുകയാണ്. ഈശോ ആ പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് നമ്മൾ ഈശോയുടെ പുറകിലെന്താ നമുക്ക് കാണില്ല, ആദ്യം ഫ്രണ്ടിലെ ആ പിക്ചർ മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഈശോ ഇങ്ങനെ ഒരു കൈ എന്തോ ഇങ്ങനെ പുറകിൽ പിടിച്ചിരിക്കുന്നു, എന്നിട്ട് കർത്താവ് ഇങ്ങനെ കൈ നീട്ടുന്നു. ഈ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു പാവയുണ്ട്, ഈ കുഞ്ഞിൻ്റെ കയ്യിൽ. അപ്പോൾ കുഞ്ഞ് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവ് ഈ പാവ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കുട്ടി അത് കൊടുക്കാതിരിക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ കാണിക്കും ഈ പുറകിൽ എന്താന്ന്, വലിയൊരു പാവ. ഈ കുട്ടി ഈ ചെറിയ പാവ കൊടുത്താൽ കർത്താവിന് ഈ വലിയ പാവ കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ചെറിയ പാവ പോവുമല്ലോ എന്നാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മുറി പോവും, നമ്മുടെ വണ്ടി പോവും, അല്ലെ നമ്മുടെ വരുമാനം പോവും, നമ്മുടെ സുഹൃത്തുക്കൾ പോവും, നമ്മൾ ഇത്രയും നാൾ നമ്മളെ സഹായിച്ചിരുന്ന ആളുകളുടെ സഹായം പോവും. ഒന്നും നഷ്ടപ്പെടില്ല. ഒരു കാര്യം ഉറപ്പിച്ചോണം, ക്രിസ്തുവിലേക്ക് വന്നാൽ ഒരു മനുഷ്യനും ഒന്നും നഷ്ടപ്പെടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നും നഷ്ടപ്പെടില്ല. അതാണ് ഈ മന്ന വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോൾ ആർക്കും കുറവില്ല. എന്നിട്ട് വചനമുണ്ട്, എവിടെയാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അതായത് നീ നിൻ്റെ ഭാണ്ഡം പരിശോധിക്കുമ്പോൾ, നിൻ്റെ മുറി പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. അങ്ങനെ വചനമുണ്ട്. അവസാനം നമ്മൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലിരുന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
അതായത് നമ്മൾ പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരും ഓർത്തിരിക്കണം. അത് ഓർത്തിരിക്കുന്നത് വൈദികരും സന്യസ്തരും ഇപ്പോൾ ഒരു കുടുംബജീവിതം നമ്മൾ ഉപേക്ഷിച്ചു, ഭാര്യ ഭർത്താവ് അതെല്ലാം ഉപേക്ഷിച്ചു, മക്കൾ അതെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വരുമ്പോൾ ഒരു കാര്യം എനിക്ക് കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഒരിക്കൽ അച്ഛൻ പറഞ്ഞു തന്നാണിത്. അതായത് കുമ്പസാരക്കൂട്ടി വെച്ച് കർത്താവ് പറഞ്ഞു തന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. എന്താ പറഞ്ഞതറിയാം? അതായത് ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഈ പ്രൊഫഷണൽ സെക്യൂരിറ്റി, പിന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കരുതൽ, ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ, ഇത് മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുത്തി നിനക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇതെല്ലാം കളഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? അതായത് ഒരു സ്ത്രീയുടെയും കൂട്ടില്ലാതെ ഒരു സ്ത്രീയുടെ സ്നേഹം തരാൻ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോയ്ക്ക് പറ്റുമെന്ന്. ഒന്നും നഷ്ടപ്പെട്ടില്ല. അത് പൗരോഹിത്യ ജീവിതമൊക്കെ നമ്മൾ ഈ പ്രീസ്റ്റ് ഹോമിലൊക്കെ ചെന്നിട്ട് നല്ല പ്രായമുള്ള അച്ഛന്മാരെ നോക്ക്, എന്തൊരു കലയാണ് അവർക്ക്, എന്തൊരു തേജസ്സാണ് അവർക്ക്. എല്ലാവരും ഇപ്പോൾ 100ൽ 100 അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ചില എന്തോ ഒരു തേജസ്. ഒരു 10, 25, 30, 50, 60, 70 വർഷം പൗരോഹിത്യം ജീവിച്ച മനുഷ്യരുടെ, സന്യാസം ജീവിച്ച മനുഷ്യരുടെ തേജസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്ത കാര്യം ഇതാണ്, ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകും. ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ ചിലപ്പോൾ തരും. അടുത്തെന്തെന്നറിയാമോ? അടുത്ത ഭയങ്കര രസമാണത്. അതായത് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയതിന് ശേഷം തുപ്പി, അവൻ്റെ കണ്ണുകളിൽ തുപ്പി എന്നാണ് പറയുന്നത്. അതെന്താ? ഹ്യൂമിലിയേറ്റിംഗ് ആയ എക്സ്പീരിയൻസസ് ചിലപ്പോൾ വരും. അതെന്തിനാണെന്നറിയാമോ? ഈ ആത്മാവിൻ്റെ ചില വാതിലുകൾ തുറക്കപ്പെടണമെങ്കിൽ ജഡത്തിൻ്റെ ചില അഹന്തകൾ ഇല്ലാതാവണം. അത് ഒരു സത്യമാണത്. അതെപ്പോഴും എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ നല്ല ഒരു സഹനത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഭയങ്കര ചില വെളിപാടുകൾ ദൈവം തരും. നല്ല ചില പ്രയാസത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ട് നല്ല വെളിപ്പെടുത്തൽ മാത്രമല്ല, നല്ല വഴികളും ദൈവം തുറന്നു തരും. അപ്പോൾ അതാണ് ഈ തുപ്പി എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പല്ലേ, ഇത് ഈ വഴിയെ പോയ ആരെങ്കിലും ഒരു പിന്നെ ആളൊന്നല്ലല്ലോ തുപ്പിയത്, വേറെ ആരും അല്ലല്ലോ. താലിബാൻ പട്ടാളക്കാരനല്ലല്ലോ തുപ്പിയത്. ആരാ തുപ്പിയേ? കർത്താവല്ലേ. അപ്പം അതുകൊണ്ട് ചില അപമാനകരമായ അനുഭവങ്ങൾ കർത്താവിൻ്റെ തുപ്പലാണ്. കർത്താവ് തുപ്പുകയാണത്. അതെന്തിനാണ്? അത് നമ്മൾ ഈ അവൻ്റെ കുറച്ച് തുപ്പൽ വീഴട്ടെ. അവൻ്റെ തുപ്പൽ വീഴുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആത്മാവിനെ അവൻ വളർത്താൻ പോകണം. ഈ ജഡത്തെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കണ്ണിലുള്ള തുപ്പി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ അല്ലേ ഇൻസൾട്ട് ചെയ്തത്? ശരീരത്തെയാണല്ലോ ശരീരത്തെയാണല്ലോ ഹ്യൂമിലേറ്റ് ചെയ്തത്. ആത്മാവിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ആത്മീയത, നിന്റെ ഭക്തി, നിന്റെ പ്രാർത്ഥന, നിന്റെ ഒടുക്കത്തെ ഉപവാസം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആളുകൾ തുപ്പും. കർത്താവ് തുപ്പുന്നതാണ്. നിന്റെ ശുശ്രൂഷ, നിന്റെ പ്രഭാഷണം, നിന്റെ തുപ്പും. ആ തുപ്പൽ എന്തിനാണ്? ആ തുപ്പലാണ് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ അവൻ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അവൻ്റെ മേൽ തുപ്പി, അവൻ്റെ കണ്ണുകളിൽ തുപ്പിയത് ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവൻ്റെ മേൽ കൈ വെച്ചു. തുപ്പ് മാത്രമല്ല, അവൻ്റെ മേൽ കൈയും വെച്ച്. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ടോ, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായി കാണുന്നു. വീണ്ടും അവൻ്റെ കണ്ണുകളിൽ യേശു കൈവച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടി, എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. എന്താണെന്നറിയാമോ? ഇത് കേട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ഇപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈശോ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ആദ്യത്തെ അപ്പസ്തോലൻ യേശു ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അന്ധത മാറാൻ പോവാണ്. പക്ഷേ ആ അന്ധത മാറുന്നത് പടിപടിയായിട്ടാണ്. അതാണ് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള സുഖപ്പെടുത്തൽ. ആദ്യത്തെ തവണ കൈവെക്കുമ്പോൾ ഇനിയിപ്പോൾ പത്രോസ് യേശു ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. പക്ഷെ ആ പ്രഖ്യാപനം പകുതി കാഴ്ചയായിട്ടുള്ളൂ. ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം മുതൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കാണാനുണ്ട് വ്യക്തമായിട്ട്. അതെന്താണെന്ന് പിന്നെ നമ്മൾ കാണും. അപ്പോൾ ഹാഫ് ട്രൂത്തേ ആവുന്നുള്ളൂ. ഈ മിശിഹ എന്താണെന്ന് പിന്നീടാണ് വ്യക്തമായിട്ട് മനസ്സിലാവാൻ പോകുന്നത്. പിന്നീടാണ് ഈശോ ഇനി പഠിപ്പിക്കാൻ പോവുകയാണ് ഇതിൻ്റെ കുറച്ചുകൂടെ അടുത്ത ഘട്ടം. അപ്പോൾ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം കണ്ടോ? ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ മനസ്സിലായോ?
അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ അപ്പസ്തോലന്മാർക്ക് ഈശോ തെളിയിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഈ അന്ധത മാറ്റാം, പക്ഷേ ഒറ്റയടിക്കല്ല, ഒറ്റ ദിവസം കണ്ടല്ല, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും, കാഴ്ച കിട്ടും, മനുഷ്യരെ കാണുന്നുണ്ട്, മനുഷ്യരെന്നറിയാം, പക്ഷെ അവർ മരങ്ങളെപ്പോലുണ്ട്, മരങ്ങൾ നടക്കുന്ന പോലെ തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ പകുതിയെ വ്യക്തമാവൂ, പിന്നീടെല്ലാം വ്യക്തമാവും. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലെന്ന പോലെ കാണുന്നു, അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കാണും എന്ന് പൗലോസ് പറഞ്ഞത് യേശു മരണത്തിന് ശേഷം കാണുന്നത്, അന്ത്യവിധി കാണുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ അതല്ല. അങ്ങനെ ആ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ ഇപ്പോൾ യേശുവിനെ കാണുന്ന ഒരു രീതിയിൽ നിന്ന് കുറച്ച് മാറി കുറച്ചുകൂടെ വ്യക്തത കിട്ടും. പൂർണ്ണമായിട്ടില്ല, എല്ലാം നല്ലതുപോലെ അവൻ വ്യക്തമാക്കി തരും. ശിഷ്യത്വത്തിൻ്റെ വളർച്ച അങ്ങനെയാണ്. അതാണ് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്. ഇത് പിടികിട്ടിയോ? അതായത് യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തത്, അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു, ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഒരു സെപ്പറേഷൻ കൊടുക്കുക. അതായത് നമ്മൾ വിശ്വാസത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസം തളർത്തുന്നവരുമായിട്ടുള്ള സമ്പർക്കം മാറ്റണം. അത് കർത്താവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണത്. നമ്മൾ ഓപ്പോസിറ്റ് ഫെയ്ത്ത് നമുക്ക് തരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മാറണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മലിനമാക്കുന്നവരിൽ നിന്ന് മാറണം. വിശ്വാസം നശിപ്പിച്ച് കളയുന്ന ആളുകളിൽ നിന്ന് മാറണം. അതാണ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. ഇനി എന്താ നമ്മൾ കാണാൻ പോകുന്നത് അറിയാമോ? ഇനി അപ്പസ്തോലന്മാരെ കർത്താവ് എങ്ങോട്ടും വിടുന്നില്ല. ഇനി മരണം വരെ കൂടെ കൊണ്ട് നടക്കാൻ പോവാണ്. ഇത്രയും നേരം അവിടെ ഇവിടേക്ക് പ്രസംഗിക്കാനൊക്കെ വിട്ടല്ലോ, ഇനി ഒരിടത്തും വിടില്ല. ഇനി ഈശോ കൂടെ നിർത്തി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കാൻ പോവാണ്. അപ്പം നമ്മൾ മർക്കോസ് പഠിക്കുമ്പോൾ നമ്മളും അങ്ങനെ കർത്താവിൻ്റെ കൂടെ ഇനി ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ആ യാത്ര നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു യാത്രയാണ്. എന്താണ് ശിഷ്യത്വം എന്ന് പഠിപ്പിക്കുന്ന ഒരു യാത്രയാണത്. നമുക്കതിനു വേണ്ടി കൃപ കർത്താവ് തരാൻ ആഗ്രഹിക്കാം. ദൈവമേ, ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ ഈശോ ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ സുവിശേഷ പഠനത്തിലൂടെ അങ്ങ് സഹായിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.